ശത്രുക്കളെ മാറ്റി നിർത്തി ഒഴിവാക്കി കളയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. കൂടുതലൊന്നുമില്ല, നമുക്കൊക്കെ അറിയുന്ന ചില ദിക്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 തവണ, അതിനുശേഷമോ വൽഹംദുലില്ലാഹി അൽഫ മറ, അള്ളാഹുവിന്റെ സ്തുതി അൽഹംദുലില്ലാ എന്നത് അൽഫ മറ 1000 തവണ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 തവണ, അൽഹംദുലില്ലാ എന്നത് 1000 തവണ, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്റും കലിമത്തു തൗഹീദും 1000 തവണ പറയണം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ഒരു കലിമത്തും ഈ ഒരു കലിമത്തു തൗഹീദും 1000 തവണ പറയുക. അതോടൊപ്പം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്, എങ്ങനെ പറയേണ്ട സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, ഇതും 1000 തവണ പറയണം. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ അക്രമി ആരാണോ ആ അക്രമിയെ പറ്റിയിട്ട് യജമാനനായ റബ്ബിനോട് കാവൽ തേടുക. അള്ളാഹുവെ, ഇന്നാലിന്ന വ്യക്തിയുടെ ഇടങ്ങേറ് എനിക്ക് വരാൻ സാധ്യതയുണ്ട്, അവൻ എനിക്ക് എതിരെ അക്രമം പ്രവർത്തിക്കുന്നുണ്ട്, എനിക്കെതിരെ ചതി പ്രയോഗിച്ചിട്ടുണ്ട്, ആ ചതിയെ നീ ഇല്ലായ്മ ചെയ്യണേ അല്ലാഹ്. നാളെ നശിച്ചു പോകാനുള്ള ദ്വാരക്കണം, മറിച്ച് എന്ത് ചെയ്യണം? അള്ളാഹുവെ, ആ ചതി നശിപ്പിച്ചു കളയണേ എന്ന്. ആ അക്രമിയുടെ എത്ര വലിയ ചതിയാണെങ്കിലും ശരി, യജമാനനായ റബ്ബ് ആ ചതി അയാളിലേക്ക് തന്നെ മടക്കി കൊടുക്കുന്ന. എനിക്കെതിരെ പ്രയോഗിച്ച ചതി, നമ്മൾ എത്രയോ ആളുകൾ വഞ്ചിച്ച ചരിത്രം പറയണ്ടില്ലേ? കാശ് വഞ്ചിച്ചു കൊണ്ടുപോയി, ചതിച്ചു കൊണ്ടുപോയി, അല്ലേ? നമ്മുടെ പൈസ ചതിച്ചു കൊണ്ടുപോയ ആളുകൾ, അതുപോലെ തന്നെ എത്രയോ ആളുകളുടെ ചരിത്രം, നമ്മുടെ പറമ്പ് കൈയടക്കിയ ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ വീട് കൊള്ളയടിക്കുന്ന ആളുകൾ, നമ്മുടെ മോഷണം നടത്തിക്കൊണ്ടുപോയ ആളുകൾ, ഇങ്ങനെ തുടങ്ങി പല ചതിയും അക്രമവും നമുക്ക് എതിരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരാണോ നമ്മൾ ചതിച്ചത്, ആരാണോ നമ്മൾ വഞ്ചിച്ചത്, ആരാണ് നമ്മുടെ അക്രമം പ്രവർത്തിക്കുന്നത്, അവരുടെ അക്രമം ഇല്ലായ്മ ചെയ്തിട്ട് ആ അക്രമം നശിപ്പിച്ചു കളയാൻ, ആ അക്രമിയെ ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞാൽ അവനെ അള്ളാഹു അങ്ങോട്ട് നന്നാക്കും. അവൻ്റെ അക്രമം മാറിയിട്ട് അവൻ നല്ല നിലയിലായിപ്പോട്ടെ, അല്ലേ? ഒരാളുടെ അക്രമം ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ, അയാൾ നന്നായാൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. നമുക്ക്